ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അന്ന് കിട്ടിയ പോലെ തന്നെ ഇന്നും നല്ല ഫ്രഷ് മീൻ രാത്രി 9 മണി സമയത്താണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ മീൻ കേടുകൂടാതെ സൂക്ഷിക്കണം. കാരണം ഒരു ദിവസം 2 ദിവസം ഒന്നും കറി വെച്ചാൽ തീരില്ല, ആൾ കുറവുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിത് ആദ്യം ഇതിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ ഒന്ന് കഴുകി കളയാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിൽ 2-3 തരം മീനുണ്ട്. ഒരു മീനിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഒരെണ്ണം ഏകദേശം ഒരു 1/2 കിലോന് 400 ഗ്രാമൊക്കെ വരുന്ന ഒരു ആർക്കിയക്കുട്ടിയുടെ കുട്ടിയുടെ എന്നല്ല, ആർക്കിയക്കുട്ടിയാണ്. 2 ആവോലി കുട്ടികളുണ്ട്. രണ്ടും കൂടി ഏകദേശം 1 കിലോ വരും കേട്ടോ. പിന്നെ നമുക്ക് 2 അയില, കുറച്ച് ഞണ്ട് 1 കിലോ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു 2 കിലോൻ്റെ അടുത്ത് വരും നല്ല മത്തിക്കുട്ടികൾ. അപ്പോൾ അത് ഒട്ടും ഐസിടാത്തതാണ്. ഒത്തിരി കടപ്പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോഴുള്ള ഒരു തരി മണ്ണുണ്ട്, അതൊക്കെ ഞാൻ കഴുകി കളഞ്ഞിട്ട് ഒക്കെ സെപ്പറേറ്റ് പാത്രത്തിൽ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞണ്ട് നമുക്ക് ഇപ്പോൾ ഈ സമയം ഇല്ലാത്ത കാരണം രാത്രി 9 മണി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതൊക്കെ ഞാനിതാ പാത്രത്തിലാക്കിയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ അതിന് മാത്രം ദിവസങ്ങൾ നമ്മൾ വെക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ മത്തിയെ നമുക്ക് അച്ചാറിടണം എന്നാണ്. കാരണം കുറച്ച് മത്തി ഞാനിപ്പോൾ ഇന്ന് ഇത് കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഐസിടാത്തത് വണ്ടിക്കാർ കൊണ്ടുപോകണുണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും കുറച്ച് അച്ചാറിടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതേപോലെ ഈ ഞണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യണം.